Welcome to RK's Stories. ബിസിനസ്മാൻ ഭാഗം 16. പാറുട്ടി, നീ പറഞ്ഞ സത്യമാണോ? ആ വിൻസെന്റിന്റെ മകൻ ഐബിനെയാണോ അവന് സ്നേഹിക്കുന്നേ? പറഞ്ഞത് അബദ്ധമായോ? കേട്ടത് വിശ്വസിക്കാനാവാത്ത പോലെ കണ്ണും തള്ളി ആശ്ചര്യത്തോടെയാ ഡോക്ടറുടെ ചോദ്യം. നീ എന്തൊന്നും പറയാത്തെ? കാര്യം പറയ പാറുട്ടി. അതെ, മറുപടി പറഞ്ഞിട്ട് സങ്കോചത്തോടെയാ ഡോക്ടറെ നോക്കിയത്. എവിടെ എന്റെ മൊബൈല്? ഒച്ചയെടുത്തും കൊണ്ട് ആള് കട്ടിൽ നിന്നും ചാടി ഇറങ്ങി. ദൈവമേ, പണിയായെന്ന് തോന്നുന്നു. ഡോക്ടറെ, അവളെ വിളിച്ച് വഴക്കൊന്നും പറയലേട്ടോ. പിന്നാലെ ചാടി ഇറങ്ങി അങ്ങരുടെ മുന്നിൽ പോയി നിന്നു. എവിടെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. മേശപ്പുറത്തിരുന്ന മൊബൈൽ എടുത്ത് അനുവിനെ വിളിക്കാനുള്ള തിരക്കിലാ ആള്. വേണ്ടാട്ടോ, അവൾ ഓർക്കില്ലേ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന്. നീയൊന്ന് ചുമ്മാതിരി പാറുട്ടിയെ. രക്ഷയില്ല, ആൾ അവളെ വിളിക്കുക. കോൾ കണക്ട് ആയതും അങ്ങനെ ഫോൺ ചെവിയിലേക്ക് ചേർത്തു. അനു, നീ ഇപ്പൊ എവിടെയാ? അവളുടെ മറുപടി കേൾക്കാൻ പറ്റുന്നില്ല. ചെവി കൊണ്ടുപോയി അങ്ങരുടെ ചെവിക്കടുത്തേക്ക് ചേർത്ത് വെച്ച് നോക്കി. നോ രക്ഷ, ഒന്നും കേൾക്കുന്നില്ല. എന്റെ തത്രപ്പാട് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഫോൺ കയ്യിലേക്കെടുത്ത് അത് സ്പീക്കർ മോഡിലേക്ക് ഇട്ടു. എവിടെയാന്നാ പറഞ്ഞേ? ഞാൻ വീട്ടിലുണ്ടേട്ടാ. എന്താ? ഫോണിന്റെ സ്പീക്കറിൽ കൂടി അവളുടെ ശബ്ദം കേട്ടു. നീ ആ ഡോക്ടർ വിൻസെന്റിന്റെ മകൻ ഐബിൻ അറിയോ? അപ്പുറത്തു നിന്ന് മറുപടിയൊന്നുമില്ല. അവളിപ്പോ ഓർക്കുന്നുണ്ടാകും ചേച്ചി ഒറ്റിയെന്ന്. അനു, നീ ചോദിച്ചത് കേട്ടില്ലേ? ഓ വേട്ടാ. കേട്ടെന്നോ അതോ ഐബിനെ അറിയാന്നോ? എനിക്കറിയാളെ, എന്റെ സീനിയറാ. നിങ്ങൾ തമ്മിൽ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ? വീണ്ടും അങ്ങേപ്പുറത്ത് നിശബ്ദത. വേണ്ടായിരുന്നു, ഇങ്ങനോട് പറയണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞല്ലേ. അവൾ ആ പറഞ്ഞത് കേട്ട് ഉരുകി ഒലിച്ച് ഇല്ലാണ്ടായത് പോലെയായി. നിന്നോട് ചോദിച്ചതിന് മറുപടി പറയാനോ? ഏട്ടാ, എനിക്ക് ഐബിനെ ഇഷ്ടാ. അവനോ? ഐബിനോ അതെ. പഠിത്തം കഴിയുമ്പോ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ഡോക്ടർ അവിടെ ഇരുന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കളി കൈവിട്ടുപോയ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. മല ഇളകി വന്നാലും ടെൻഷൻ അടിക്കാത്ത ഇങ്ങേര് ഇങ്ങനെ കിടന്നിളകുമെന്ന് ആരോർക്കാൻ. ഇപ്പോഴാടി നീ ബിസിനസ്സുകാരന്റെ അനിയത്തിയായത്. ഇത് ഞാൻ പൊളിക്കും. ആ വിൻസെന്റ് കുറെ നാളായി നമുക്കിട്ട് പണി തരാൻ നോക്കുന്നു. ഇതിപ്പോ തിരിച്ചങ്ങോട്ടൊരു 1.5 പണിയായിപ്പോയി. അടിപൊളി മോളെ, കാലക്കി. കേട്ടതിന്റെ കുഴപ്പമെന്നോ അതോ ഇങ്ങർക്ക് വട്ടായി പോയോ? ഡോക്ടറെ വിളിച്ചു നോക്കിയിട്ട് ഒരു മൈൻഡും ഇല്ല. അവൻ ആളെങ്ങനെ? നിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കുവോ? നീ പറഞ്ഞാൽ അവിടെ നിന്ന് ചാടി പോരോ? ആഹാ, നല്ല ബെസ്റ്റ് ആങ്ങള. ഇങ്ങരുടെ റിയാക്ഷൻ കേട്ടിട്ട് അവള് ഞെട്ടിയെന്ന് തോന്നുന്നു. അപ്പുറത്തൊന്നും ശബ്ദമൊന്നുമില്ല. ഈടി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ വിൻസെന്റ് സമ്മതിച്ചിട്ട് നിങ്ങളുടെ കല്യാണം നടക്കത്തില്ല. അപ്പോ പിന്നെ അവനെ അവിടെ നിന്ന് ചാടിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവൻ നിന്നെ കെട്ടിയാലേ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ആ ഹോസ്പിറ്റലും സ്വത്തുക്കളും എല്ലാം അവന്റെ അമ്മയുടെ പേരിലാ ഉള്ളത്. നിയമപ്രകാരം അതിന് 2 അവകാശികൾ ഇവനും പിന്നെ ഇവന്റെ ചേച്ചിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടന്നാൽ പിന്നെ അങ്ങേര് നമുക്കിട്ട് പണിയാനേ വരത്തില്ല. അങ്ങനെ ആ തലവേദന എന്നേക്കുമായി ഒഴിയുകയും ചെയ്യും. അതാ നിന്നോട് ചോദിച്ചത്, നീ വിളിച്ചാൽ അവൻ ഇറങ്ങി വരുമോന്ന്. വരുവേട്ടാ. ഗുഡ്. എങ്കിൽ ഇനി നീ ഒന്നും ചെയ്യണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ശരിയാക്കാം. ആണുങ്ങൾ പെൺപിള്ളേരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ അവളെ കൊണ്ട് ആ പയ്യനെ വിളിച്ചിറക്കി കൊണ്ടുപോരാനുള്ള പരിപാടിയാ. കൊള്ളാം, ബിസിനസ്സുകാരൻ തന്നെ. കുഞ്ഞിയുടെയും വിഷ്ണുവിന്റെയും നിശ്ചയത്തിനോട് അടുപ്പിച്ച് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിങ്ങളുടെയും വിവാഹം നടത്താം. രജിസ്ട്രാറുടെ ഓഫീസിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങൾ 2 പേരുടെയും ഫോട്ടോയും ഒരു ആപ്ലിക്കേഷനും കൊടുത്താൽ ആരും കാണാത്ത വിധത്തിൽ അവര് നോട്ടീസ് ഇട്ടോളും. നോട്ടീസ് പീരീഡ് കഴിഞ്ഞാൽ ഉടനെ കെട്ട്. എന്തു പറയുന്നു? ഏട്ടാ, അത് പഠിത്തം കഴിഞ്ഞിട്ട് പോരേട്ടാ. പഠിത്തമൊക്കെ വിവാഹം കഴിഞ്ഞാലും ആകാലോ. ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടേ അത് മുതലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടി കാര്യം? അതുകൊണ്ട് പൊന്നുമോള് കല്യാണത്തിന് റെഡി ആയിക്കോ. അതും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു. എങ്ങനെയുണ്ട്?
പുരികങ്ങളൊക്കെ പൊക്കിക്കാട്ടി ചോദ്യം ഇങ്ങോട്ടാ. കൊള്ളാം, നല്ല ഒന്നാന്തരം ചേട്ടൻ. പുലി പോലെ വന്നത് എലി പോലെ പോയതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ അല്ലാതെ നീ എന്താ വിചാരിച്ചത് പാറുട്ടിയെ? ഈ കാര്യം അറിയുമ്പോ ഞാൻ വട്ടം കൊടുക്കുമെന്നോ? എടി, ഞാനേ ഒരു ബിസിനസ്സുകാരൻ കൂടിയാ. ആ വിൻസെന്റ് കുറെ നാളായി നമുക്കിട്ട് പണി തരാൻ തുടങ്ങിയിട്ട്. ഇതോടെ അങ്ങേരുടെ പത്തി താഴും. അത് മാത്രമല്ല, അവൾക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോ നമ്മൾ അതിനെതിരെ നിന്നിട്ട് എന്താ കാര്യം? ഇഷ്ടമുള്ളവരോടൊപ്പം അല്ലേ ജീവിക്കേണ്ടത് പാറുട്ടിയെ? സംഗതി കൊള്ളാം. പക്ഷെ അമ്മയച്ഛന് സമ്മതിക്കോ? അവര് ക്രിസ്ത്യൻസ് അല്ലേ? അതൊക്കെ നമ്മൾ സമ്മതിപ്പിക്കൂലേ പാറുട്ടിയെ? നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് തിരിച്ചാലോ? എന്തു പറയുന്നു? ഞാൻ എപ്പോഴേ റെഡി. എനിക്ക് മടുത്തു ഇവിടം. ഇതിനേക്കാളൊക്കെ എത്ര സൂപ്പറാ നമ്മുടെ പാലക്കാട്. എന്നാ പിന്നെ ന്യൂ ഇയർ പാലക്കാട്ട് തന്നെ ആക്കാം അല്ലേ? യെസ്, അത് മതി, അത് മതി. പിന്നെ പാലക്കാട്ടുള്ള നമ്മുടെ പുതിയ വീട്ടിലും 2 ദിവസം താമസിക്കണം. ഓക്കെ, ഡൺ. എന്നാ പാറുട്ടി പാക്കിംഗ് തുടങ്ങിക്കോ. അന്ന് ക്രിസ്മസ് രാത്രിയുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ബ്ലാങ്കറ്റിനുള്ളിൽ ഡോക്ടറുടെ കൈത്തണ്ടയിൽ തലവെച്ച് കിടക്കുമ്പോഴാ കുറച്ചു നാളായി ചോദിക്കണമെന്ന് ആലോചിക്കുന്ന കാര്യം വീണ്ടും മനസ്സിൽ തലപൊക്കിയത്. ഡോക്ടറെ നോക്കി. ആള് കണ്ണുകളൊക്കെ അടച്ച് കിടപ്പ, പക്ഷെ ഉറങ്ങിയിട്ടില്ല. ഡോക്ടറെ. മൂളലിനൊപ്പം മുഖം ചാഞ്ഞു വന്ന് നെറുകിൽ ചുണ്ടുകൾ അമർന്നു. അതെ, ഒരു കാര്യം ചോദിക്കാനാ. ചോദിക്ക്. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയാ പറച്ചിൽ. നമ്മുടെ ഹരിയേട്ടനും നിമിഷേച്ചിയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? അവർക്കെന്താ കുട്ടികൾ ഉണ്ടാവാത്തെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? യെസ്, ഷീ കാനോട്ട് കൺസീവ്. ആന്നോ? അയ്യോ, കഷ്ടം. സങ്കടം തോന്നി. അവര് നമ്മുടെ അക്കുനെ അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. റിയലി? ആഹ്ലാദത്തോടെയാ ചാടി എഴുന്നേറ്റത്. നേരെ ഒരു പരിഭവവും തോന്നി. എന്നിട്ട് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. ഡോക്ടർ കൈ എത്തിച്ച് അടക്കി പിടിച്ച് വീണ്ടും കിടക്കയിലേക്ക് വലിച്ചു കിടത്തി. ആശ്വസിപ്പിക്കാൻ എന്നോണം ആ ചുണ്ടുകൾ കവിളിൽ അമർന്നു. അതിന് പറയാനുള്ള സാഹചര്യമൊന്നും വന്നില്ലല്ലോടാ. ഇപ്പോ നീ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ആ മീശത്തുമ്പിൽ പിടിച്ച് വലിച്ച് കുറുമ്പ് കാട്ടി. വിരൽ തുമ്പിൽ ഒരു കുഞ്ഞു കടി കിട്ടി. അതോടൊപ്പം ഒരു ഉമ്മയും. എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടറെ, ആ സ്നേഹാലയത്തിൽ പോയപ്പോ നല്ല രസമായിരുന്നു കേട്ടോ. ആ അമ്മമാരും പിള്ളേരും എല്ലാരും കൂടുമ്പോ മനസ്സിന് പ്രത്യേക ഒരു സന്തോഷ. അവിടെ മാത്രക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പാറുട്ടി ഒരു കാര്യം ചെയ്യും. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്ക്. ബാങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം തരാം. എന്തു പറയുന്നു? അപ്പോ സാവിത്രി ചേച്ചിയോ? സാവിത്രി അവിടെ മാനേജ് ചെയ്യുന്ന ആളാ. അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആള് പലപ്പോഴും പറയാറുള്ളത്. അതിപ്പോ നീ അന്നേ എനിക്കൊരു സമാധാനം. ധൃതി വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഞാൻ പറയാം ഡോക്ടറെ. ഓക്കെ, അത് മതി. ഡോക്ടറുടെ കൈകൾ ഒന്നുകൂടി അടുത്തേക്ക് വലിച്ചു ചേർത്തപ്പോ ആ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങിക്കൂടി. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ സാന്താക്ലോസ് വില്ലേജിനോട് വിട പറഞ്ഞു. തിരികെ പോന്നത് ഫ്ലൈറ്റിലായിരുന്നു. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടുത്തെ മണ്ണി വന്നിറങ്ങിയപ്പോ പുള്ളി സന്തോഷം നിറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെയാട്ടോ. ഡോക്ടർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള തിടുക്കമായിരുന്നു. പുതിയൊരു ബിസിനസ് ഡീൽ ഉറപ്പിച്ചതുപോലെ അങ്ങനെ ഓടുന്ന കാറിലിരുന്ന് ഞെരിപിരി കൊള്ളുന്നത് കണ്ട് ചിരിയടക്കി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഉള്ളിലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള തിടുക്കം തന്നെയായിരുന്നു. വീട്ടിലെത്തിയപ്പോ സന്ധ്യയായിരുന്നു. അമ്മയും ഗോപിയച്ഛനും മനുവും ഞങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഹോസ്പിറ്റൽ പോകുന്ന ദിവസം രാത്രി 9 മണിയാകും ഗോപിയച്ഛൻ വീട്ടിലേക്കെത്താൻ. ഇതിപ്പോ വരുന്ന വഴി കാറിലിരുന്ന് തന്നെ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞിരുന്നത് കൊണ്ട് പുള്ളിയും നേരത്തെ തന്നെ വീട് പിടിച്ചിട്ടുണ്ട്. ചെന്ന് കയറിയ പാടെ അങ്ങനെ അനുവിനെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിക്കൊണ്ട് അക്കൂടെ സെറ്റിയിലേക്കിരുന്നു. എന്താ കാര്യമെന്ന് അമ്മയും അച്ഛനും കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ട്. വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. അല്ലാതെ എന്ത് പറയാൻ. തിരുവായിൽ നിന്നും വീഴാൻ പോകുന്നത് എന്ത് ഐഡിയ ആണെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. അതിനിടയ്ക്ക് കയറി വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് എന്തിനാ വെറുതെ ചളമാക്കുന്നേ? എന്താണ് കാര്യം? ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ വരുമെന്നും പറഞ്ഞു പോയ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഓടിപ്പിടഞ്ഞെത്തിയേ? ഗോപിയച്ഛൻ അക്ഷമനായി. അതാ ഞാനും ചോദിക്കുന്നേ.
എത്തിയ പാടെ അവളെയും പിടിച്ചിരിക്കാതെ നീ കാര്യം പറയാരൂ. അമ്മയും അച്ഛന്റെ കൂടെ കൂടി. അനുവിന്റെ മുഖത്താന്നേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന പോലൊരു ഭാവമാ. അവളിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ കാടിളക്കി വെടിവെക്കുമെന്ന് ഓർത്തില്ലല്ലോ. അതോർക്കാതെ കാര്യം പറഞ്ഞു പോയതിന്റെ ചളിപ്പിൽ അവൾക്ക് മുഖം കൊടുക്കാതെ നിന്നതേയുള്ളൂ. നീ എന്താ ഇങ്ങനെ വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇരിക്കന്റെ പാറൂട്ടിയെ. എന്നിട്ട് നീ എക്കാര്യം എല്ലാവരോടും ഒന്നങ്ങ് പറഞ്ഞേ. ഡോക്ടറാ, ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാ? നേരിട്ട് അങ്ങോട്ട് പറഞ്ഞൂടെ? അതിനിടയിലേക്ക് എന്തിനാ എന്നെ വെറുതെ വലിച്ചിറക്കുന്നേ? ശരി, ഞാൻ തന്നെ പറയാം. ഞാൻ വായ തുറക്കില്ലെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ തന്നെ ഒന്ന് മുരുടനക്കിയിട്ട് പറയാൻ തയ്യാറെടുക്കുന്നുണ്ട്. നമ്മുടെ അനുവിനെ ഒരു പ്രേമം പറഞ്ഞിട്ട് എന്തോ വലിയ സംഭവം പോലെ പുള്ളി അച്ഛനെയും അമ്മയെയും നോക്കി. രണ്ടുപേർക്കും അവിടെ പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ല. ഇതാന്നോ ഇത്ര വലിയ കാര്യം? അവൾ ഒരാളെ പ്രേമിച്ചെന്നും പറഞ്ഞ് നീ ഇത്ര ബേജാറാകേണ്ട കാര്യമെന്താ? ഇത് ചെറുതെന്ന മട്ടിൽ ഗോപിയച്ഛൻ അമ്മയെ നോക്കി ചിരിക്കുന്നു. നില്ല് ഇടയ്ക്ക് ചാടല്ലേ, ഞാനൊന്ന് മുഴുവനും പറഞ്ഞോട്ടെ. ആട്ടെ, ആരാടാ ആള്? അമ്മയ്ക്ക് ആളെ അറിയാൻ തിടുക്കമായി. അനു അന്നേ എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നഖവും കടിച്ചിരിപ്പ. പറഞ്ഞു വരുമ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു പയ്യനാ. ആ കൊനഷ്ട് പറഞ്ഞത് ആരായിരിക്കുമെന്ന് പറയാതെ തന്നെ അറിയാലോ. അനു മുഖവും വീർപ്പിച്ച് അങ്ങനെ നോക്കുന്നുണ്ട്. നീ ഇരുന്നിങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം പറയാരുട്ടാ. അമ്മയുടെയും ക്ഷമ കെട്ടു. വേറെ ആരുമല്ല, നമ്മുടെ വിൻസെന്റ് ഡോക്ടറുടെ ഒരേ ഒരു മകൻ ഐബിൻ വിൻസെന്റ്. അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് പ്രതീക്ഷിച്ചതുപോലെ ഞെട്ടലൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും ആശ്ചര്യത്തോടെയാ പരസ്പരം നോക്കുന്നത്. ശരിയാന്നോടി ഇവനി പറയുന്നേ? കേട്ടത് അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ലാന്ന് തോന്നുന്നു. അവൾ ഇരുന്ന് തല കുലുക്കി. ഓ എന്റെ അനു, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേടി? അവനൊരു ക്രിസ്ത്യാനി ചെക്കനാന്നത് പോട്ടെ, അവന്റെ അപ്പനാണേ നമ്മളെയൊക്കെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരാള്. ഇനി ഈ കാര്യം തറവാട്ടി അറിയുമ്പോ എന്താകുമെന്നാ എന്റെ പേടി. അമ്മ അച്ഛനെ നോക്കി പരിതപിച്ചു. അമ്മമ്മയ്ക്കൊക്കെ നേരത്തെ അറിയാം. അനു പറഞ്ഞത് കേട്ട് ഇപ്രാവശ്യം ഡോക്ടർ ഞെട്ടി. ആരും സമ്മതിച്ചില്ലേ ഐബിനെയും കൂട്ടി അങ്ങോട്ട് ചെന്നോളാനാ അമ്മമ്മ പറഞ്ഞിട്ടുള്ളേ. അടിപൊളി. ബിസിനസ്സുകാരന്റെ വായും പൊളിച്ചുള്ള ആ ഇരിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. അല്ലേലും അന്നത്തെ കാലത്ത് മതില് ചാടി കാമുകന്റെ വീട്ടിലേക്ക് പോയ ടീമല്ലേ അമ്മമ്മ. അങ്ങനെ പറഞ്ഞില്ലേലേ അത്ഭുതമുള്ളൂ. ഗോപിയച്ഛൻ ഇരുന്ന് ചിരിയാ. നിങ്ങളിരുന്ന് ചിരിച്ചോ മനുഷ്യ? ഇനിയിപ്പോ എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നേ? ആ വിൻസെന്റ് എങ്ങാനും ഇക്കാര്യം അറിഞ്ഞ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ഇതൊന്നും ആയിരിക്കില്ല. അമ്മയുടെ ആ ടെൻഷൻ കണ്ട് അടുത്തേക്ക് ചെന്നിരുന്ന് ആ കൈകളെടുത്ത് പിടിച്ചു. ദേ, നിങ്ങളാരും ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ റെഡി ആയിക്കൊള്ളാം. എല്ലാവരും ഒപ്പം ഒന്ന് നിന്ന് തന്നാ മതി. അമ്മയുടെ ഇരിപ്പ് കണ്ട് ഡോക്ടർ പറഞ്ഞു. എന്താ നിന്റെ പ്ലാൻ? മകന്റെ ബിസിനസ് മെന്റാലിറ്റിയെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് തോന്നുന്നു ഗോപിയച്ഛൻ കൂളായിട്ടായിരിപ്പ്. വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാ നടത്താൻ പോകുന്നേ. നാളെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ രജിസ്ട്രാറുടെ ഓഫീസിൽ കൊടുക്കും. അവരത് നോട്ടീസായി ഇടുകയും ചെയ്യും. 30 ദിവസം കഴിഞ്ഞാൽ ആരും ഒബ്ജക്റ്റ് ചെയ്തില്ലേ വിവാഹം രജിസ്റ്റർ ചെയ്യാം. ആരെങ്കിലും ഒബ്ജക്റ്റ് ചെയ്താലോടാ? അമ്മയ്ക്ക് വീണ്ടും സംശയമാ. അതിന് ഈ ഒരു കാര്യം ആരറിയാൻ പോകുന്നു? അവിടെ നമ്മുടെ പിള്ളേരുണ്ട്. നോട്ടീസ് ഇട്ട് അല്പം കഴിയുമ്പോൾ തന്നെ അവരതങ്ങ് വലിച്ചു കീറി കളയും. പിന്നെ 30 ദിവസം കഴിയുന്ന അന്നായിരിക്കും ആ നോട്ടീസ് വീണ്ടും ഒന്നുകൂടി ഇടുന്നത്. പിറ്റേ ദിവസം കാലത്ത് കല്യാണം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഓ, എന്നാൽ ഇവളുടെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തേണ്ടി വരില്ലേടാ? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അമ്മ വിഷമിക്കാതിരിക്കമ്മേ. അത് കഴിഞ്ഞ് കല്യാണം നമ്മൾ ആർഭാടമായിട്ട് തന്നെ നടത്തും. ആ വിൻസെന്റ് കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്നോട് അയാളുടെ കളി. ആ ഐബിൻ ഇപ്പൊ വരും. അവനോട് കൂടി സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അത് കേട്ടതും അമ്മയ്ക്ക് വെപ്രാളമായി. ഈശ്വര, ആ ചെറുക്കന് വരുന്നുണ്ടോ? അനുവിന് അതിനേക്കാളേറെ പരിഭ്രമം. പിന്നെ വരാതെ? അവന്റെ വായിൽ നിന്നും വ്യക്തമായിട്ട് എനിക്ക് കേൾക്കണം ഇവിടെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യമാണെന്ന കാര്യം. മാത്രമല്ല, അത് കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള തൻ്റെ ഇടവും അവനുണ്ടോ എന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാ നേരിട്ട് വരാൻ പറഞ്ഞത്. മനസ്സിലായോ? പൂവ്. അമ്മ ഇരുന്ന് പാവയെ പോലെ തലയാട്ടി. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുവാന്നേ ഈ എടി അനു.
നിന്റെ അമ്മായിയപ്പനെ കൊണ്ട് മൂക്ക് കൊണ്ട് ഞാൻ ക്ഷ ഇണ്ട ഇട്ട ഒക്കെ വരപ്പിക്കും. ഓ, എനിക്ക് വയ്യ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ഡോക്ടർ ഇരുന്ന് മനപ്പായസം ഉണ്ണുക. എന്താകുമോ എന്തോ. എന്നാൽ ഇവൻ ഇതെങ്ങനെ ഒരു ഡോക്ടറായെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഗോപി അച്ഛന്റെ ആത്മകഥം ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാ. എന്നിട്ട് മുന്നിലിരിക്കുന്ന ഈ മുതലിനെ ഇവർക്കാർക്കും ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ആലോചിച്ചിരിക്കുന്നതിനിടയിൽ പോർച്ചിൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആ, അവൻ വന്നെന്ന് തോന്നുന്നു. പറഞ്ഞുകൊണ്ട് ഡോക്ടർ എഴുന്നേൽക്കുന്നതിനിടയിൽ അനു അകത്തേക്ക് സ്കൂട്ടാവാൻ നോക്കി. നീ ഇതെവിടെ പോകുന്നു? അവിടെ നിൽക്ക്. വിരൽ ചൂണ്ടി അനുവിനെ അവിടെ തന്നെ നിർത്തിയിട്ട് അങ്ങേര് മുൻവശത്തേക്ക് നടന്നു. ഗോപിയച്ഛനും അമ്മയും എഴുന്നേറ്റ് കൂടെ ചെന്നതോടെ അവിടെ കുറ്റിയടിച്ച് നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് ഞാനും അവരുടെ പിന്നാലെ കൂടി. പോർച്ചിൽ നിർത്തിയ കാറിൽ നിന്നും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവന്റെ ചേച്ചിയാണെന്ന് സംശയമില്ലാതെ തന്നെ ആർക്കും പറയാൻ സാധിക്കുന്ന ഒരു പെണ്ണും പുറത്തേക്ക് ഇറങ്ങി. പയ്യൻ ഫോർമൽ ഡ്രസ്സാ ഇട്ടിരിക്കുന്നേ. ഒരു ഓഫ് വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഫോർമൽ ഷൂസും. അനുവുമായി നല്ല ചേർച്ചയുണ്ട് കാണാൻ. കൊള്ളാം. 10 ഒരു 9 മാർക്ക് കൊടുക്കാം. 10 10 വേണ്ട, അത് നമ്മുടെ ഡോക്ടർക്ക് മാത്രം. കണക്ക് കൂട്ടുന്നതിനിടയിൽ അവർ പടികൾ കയറി മുകളിലേക്കെത്തി. 2 പേരും കൈകൂപ്പി ചിരിച്ചുകൊണ്ടാ വരുന്നേ. അമ്മയും അച്ഛനും ചിരിച്ചുകൊണ്ട് തന്നെ അവരെ സ്വാഗതം ചെയ്തു. ആ, മോളും ഉണ്ടായിരുന്നോ കൂടെ? അമ്മയ്ക്ക് അവരറിയാന്ന് തോന്നുന്നു. അതെ ആന്റി, ഒറ്റയ്ക്ക് വരാൻ ഇവനൊരു പേടി, അതുകൊണ്ട് ഞാനും കൂടെ പോന്നു. ഡോക്ടറാ ഇങ്ങേരിത് എന്തോന്ന് ചില ബാലയിലെ കഥാപാത്രങ്ങളെ പോലെ ചിരിക്കുന്നേ? എന്തിനാ ഇവൻ പേടിക്കുന്നേ? ഇനിയിപ്പോ നമ്മളെല്ലാം ഒന്നാകേണ്ടവരല്ലേ? ആഹാ, അന്തസ്. എന്താ ഡയലോഗ്! ഒരു പോയിന്റ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പെർഫെക്റ്റ്. നേരെ ചെന്ന് ഐബിന് ഷെയ്ക്കാൻഡ് നൽകിയിട്ട് അവന്റെ തോളത്ത് പിടിച്ച് ഡോക്ടർ അകത്തേക്ക് നടന്നു. അമ്മ അവന്റെ ചേച്ചിയെയും കൂടെ കൂട്ടി. അടുത്തേക്ക് വന്ന ഐബിൻ പെട്ടെന്നാ കുനിഞ്ഞ് എന്റെ കാലിൽ തൊട്ട് ബന്ധിച്ചത്. ചേച്ചി എന്നവൻ വിളിക്കുകയും ചെയ്തു. ഞെട്ടിപ്പോയി. മുന്നിൽ ഗോപിയച്ഛനുണ്ട്, അമ്മയുണ്ട്, ഡോക്ടറുണ്ട്. അവരുടെ ആരുടെയും കാലിൽ വീഴാതെ എന്റെ കാലിൽ വീണിരിക്കുന്നു. ഈശ്വര, എന്തൊക്കെയായി സംഭവിക്കുന്നേ? നമ്മുടെ റേഞ്ച് മാറിയോ? അതോ ഇനി ഈ കാര്യം കൊളുത്തി കൊടുത്തത് ഞാനാണെന്ന് അനു എങ്ങാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവോ? മിക്കവാറും അത് തന്നെയായിരിക്കും സംഭവം. നോക്കുമ്പോ ഡോക്ടർ നിന്ന് വാ പൊത്തിച്ചിരിക്കുന്നു. ആ നിൽപ്പും കളിയാക്കും വിധമുള്ള ചിരിയും കണ്ടപ്പോ അങ്ങരുടെ മനസ്സിലൂടെ ഇപ്പോ കടന്നു പോകുന്നത് എന്തായിരിക്കുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഇതല്ലാതെ ഈ ഒരവസരത്തിൽ അങ്ങരുടെ മനസ്സിൽ മറ്റൊന്നും വരില്ലെന്ന് വ്യക്തമായിട്ടറിയാം. ദിവസം കുറച്ചായില്ലേ ആളെ കാണുന്നു. അങ്ങേരെ കലിപ്പിച്ചൊന്ന് നോക്കിയിട്ട് ഐബിന്റെ കൈയും പിടിച്ച് അവനെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു.